ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളും കൊടുക്കില്ല, അത് വേറെ തരത്തിൽ അത് ഉപയോഗിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന നമ്മളെന്താണ്ട് വ്യക്തിപരമായൊരു ഔദാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകളാണിത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളാണ്. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിനെ കൊണ്ട് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളാണ് പറയിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കാൻ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ആശാ വർക്കർമാരുടെ വിഷയവും പിന്നെ PSC മെമ്പർമാരുടെ ശമ്പളത്തിലെ പുതിയ പരിഷ്കരണം. ഈ രണ്ട് കാര്യത്തിനകത്തും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ മൂലമാണ് ഈ രണ്ട് സംഭവങ്ങൾ നടന്നതെന്ന കാര്യം കൂടി പറയാൻ പലരും താല്പര്യപ്പെടുന്നില്ല. മൊത്തം വാർത്ത നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമപ്രവർത്തകർ മുഖത്ത് നോക്കി പറയുകയാണ്. മാത്രമല്ല ഈ വിഷയങ്ങളിലുള്ള എല്ലാ തെറ്റിദ്ധാരണയും അദ്ദേഹം മാറ്റുകയാണ്. കെ.എൻ. ബാലഗോപാലിൻ്റെ സംസ്ഥാന ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ പത്രസമ്മേളനത്തിലെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആശാ വർക്കർമാരുടെ സമരം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം വലിയൊരു മഹാസംഗമൊക്കെ നടത്തി. ഇത് എങ്ങനെയാണ് ഇതിനൊരു ആശാ വർക്കർമാരുടെ കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു, കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന സ്റ്റേറ്റ്മെൻറ്റും വന്നു. ആശാ വർക്കർമാരായിട്ടുള്ള സഹോദരിമാരോട് ഗവൺമെൻറ്റിന് വളരെ അനുഭാവമായ സമീപനമാണുള്ളത്. അതുകൊണ്ടാണല്ലോ പല സംസ്ഥാനങ്ങളിലും 1000ഉം 1200ഉം 1400ഉം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് നമ്മൾ അവർക്ക് സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരുടെ ആനുകൂല്യം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടാതിരുന്നിട്ടും നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു, അതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ത്യയിലെ ഈ പല സംസ്ഥാനങ്ങളിലും തീരെ കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ കേരളത്തിൽ അങ്ങനല്ല. അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 2 കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബഡ്ജറ്റിന് മുമ്പായി നടന്ന ചർച്ചയുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് വിളിക്കാറുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി. ആ 2 മീറ്റിങ്ങിലും കേരളം സ്കീം വർക്കേഴ്സ് അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. അപ്പോൾ അതിൻ്റെ ശമ്പളമല്ല അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം, അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്ത കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത കത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അതുണ്ട്. അതാണ് വസ്തുത എന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെല്ലാം അറിയുന്ന ആളുകൾക്ക് ഈ വസ്തുതകൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആശാ വർക്കേഴ്സായിട്ടുള്ള ആ സഹോദരിമാരോട് നമുക്ക് വളരെ അനുഭാവമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞ പല ആവശ്യങ്ങളും ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങൾക്ക് ഒരു സംഘടനയല്ല, പല സംഘടനകളുണ്ട്, അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ ഇതൊന്നും കൊടുക്കാതെയും ഒരു ഘട്ടത്തിൽ ഈ ആനുകൂല്യം 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ് നടന്നൊരു സമരമുണ്ട്. 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ സമരം നടന്നൊരു ഘട്ടമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഉള്ള തരത്തിലല്ല. അന്ന് ഇതൊക്കെ കൊടുക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇതിന് കുറ്റം വേണേൽ പറയുന്നുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ കാണുന്നുണ്ടാവും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവും, UDFും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നിരന്തരമായി ഇതിങ്ങനെ ഒരു വാർത്ത അങ്ങനെ സൃഷ്ടിച്ച് അവരിങ്ങനെ അതൊരു സംസാരിക്കുന്ന കഴിഞ്ഞ ദിവസം കണ്ടു. പക്ഷേ ഇന്ത്യയിലിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ. കേരള ഗവൺമെൻറ് അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ് ആശാ വർക്കേഴ്സിന് കൊടുക്കേണ്ടത് മാത്രമല്ല, വിവിധ സ്കീം വർക്കേഴ്സിനുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് അഭിപ്രായം. കൃത്യമായ പണം തരണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഇനിയും തുടരും. കേന്ദ്രം ഈ സ്കീമുകൾ തരേണ്ടതിന് സമരം അവർ സമരം ചെയ്തിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങളിൽ പരിഹാരം വന്നിട്ടുണ്ട്. സമരം അവർക്ക് സമരം ചെയ്യുന്നതിന് ഓരോ സംഘടനകൾക്കുള്ള അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, ഇതിനകത്ത് എങ്ങനെയാണ് ഗവൺമെൻറ് കണ്ടത്? അവരുമായിട്ട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു, അതിനുശേഷം ചില തീരുമാനങ്ങൾ വന്നു. അപ്പോൾ ആ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും, മഹാഭൂരിപക്ഷം വരുന്ന ആശാപ്രവർത്തകർക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, അല്ല അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. വെറുതെ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായി ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ വിളിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി വിളിച്ച പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ ആകെ അവതരിപ്പിച്ച 14 ആവശ്യങ്ങളിലൊന്ന് ആശ, അംഗൻവാടി, മറ്റു മേഖലകളിലെ സ്കീം വർക്കേഴ്സിൻ്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. അത് നിശ്ചയിച്ചിട്ട് കാലം കുറേയേറെയായി. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളും കൊടുക്കില്ല, അത് വേറെ തരത്തിൽ അത് ഉപയോഗിക്കപ്പെടും. പക്ഷേ നമ്മൾ ഈ ജോലിയെടുക്കുന്ന ആളുകളെ
എല്ലാവരെയും നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകരായി കാണുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആയാലും അവിടെ ആയാലും നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ തന്നെയാണ് നിൽക്കുന്നത്. പാചക തൊഴിലാളികൾക്ക് കേവലം 600 രൂപയാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അത് തന്നെ മാസങ്ങളോളം കുടിശ്ശികയാണ്. അവിടെയാണ് നമ്മൾ 12,000 രൂപ കൊടുക്കുന്നത്. അവർ പറയുന്നത് ഒരു ദിവസം 20 രൂപ കൂലി മതി, പാചകം ചെയ്യുന്നതിനല്ലേ. അങ്ങനെയാണ് 600 രൂപ. 600 രൂപ ഇല്ല, എല്ലാ ദിവസവും വർക്കിംഗ് ഡേ അല്ല, സ്കൂൾ ദിവസം. പക്ഷേ അവിടെ 600 രൂപയാണ് കേന്ദ്രം കൊടുക്കുന്നത്. ആ സ്കീമിൽ അങ്ങനെ പോരാ എന്നുള്ളത് കൊണ്ടാണ് കേരളം 12,000 രൂപ കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ മേഖലയിലും അങ്ങനെയാണ്. പക്ഷേ നമ്മളവിടെ ആവശ്യപ്പെട്ടു, നമ്മൾ മാത്രമല്ല, ഒരു 3-4 സ്റ്റേറ്റുകൾ, 4-5 സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടു. നമ്മളാണ് അതിനകത്ത് കൃത്യമായി നമ്മൾ അവതരിപ്പിച്ച് തന്നെ എഴുതി കൊടുത്തതിനകത്തുണ്ട്. നിങ്ങൾക്ക് അന്ന് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി എടുക്കാം. അത് ഈ സ്കീം വർക്കേഴ്സിൻ്റെ പണം കേന്ദ്രം വെക്കുന്നത് കൂട്ടിത്തരണം. ഇനിയും ആയാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് വളരെ തുറന്ന സമീപനമാണ് എടുത്തേക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിനെപ്പറ്റി പറയാം. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ സമരം ഇങ്ങനെ തീരാതെ പോകുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ചർച്ച നടത്തി പല കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വന്നതായി പറയുമ്പോൾ തന്നെ ഇത്രയും രൂപ പൈസ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഇതിങ്ങനെ അവസാനിക്കാതെ ഞാനതിനെപ്പറ്റി ഒരു ഊഹത്തിനും സംസാരത്തിനും തയ്യാറാവുന്നില്ല. നിങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്ന ആളുകളാണ്. നിങ്ങൾ നോക്കുക. പക്ഷേ ഒരു സാധാരണഗതിയിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ചർച്ച ചെയ്തു, പൊതുവിൽ സംഘടനകളെ ചർച്ച ചെയ്തു. ധാരാളം സംഘടന കേരളത്തിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. കുറച്ച് കാര്യങ്ങൾ വന്നു. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടു കാണും, 53 കോടി രൂപയാണ് നമ്മൾ അലോട്ട് ചെയ്തത്. സാധാരണ അത് അലോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇത്തരം ഒരു വേദിയിലായതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇതുപോലെ സാധാരണ സ്കീം വർക്കേഴ്സ്, അതുപോലെ പലപ്പോഴും വാർത്ത വരുന്നുണ്ട്, അവിടെ പണം കിട്ടിയില്ല, സ്കോളർഷിപ്പ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിനും തടസ്സം വരുന്ന പ്രശ്നമേ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധപ്പെടുത്തിയാൽ മതി. ഈ കാര്യത്തിനകത്ത് ഒരു തടസ്സവും വരില്ലെന്ന് ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഒരു സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഫയലും പേപ്പറും വന്ന് നീങ്ങുന്നല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ഒരു തടസ്സവും വരാതെ പലപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ നോക്കിയാലും 10-3000 കോടി പല ഇനത്തിൽ നമുക്ക് കിട്ടാനുണ്ടാവും. അതിനകത്ത് പലതും ഇത്തരം ചില സ്കീം ഉൾപ്പെടെയാണ്. അതൊന്നും ബാധിക്കാതെ തന്നെ നമ്മൾ ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സമീപനം അത് തന്നെയായിരിക്കും. അത് 100% ഉറപ്പാണ്. ഈ PSC മെമ്പർമാരുടെ ശമ്പളം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നില്ല. അതുകൂടെ ആവശ്യമാണ്. കാര്യം ഒരുമിച്ച് കൂടുമ്പോൾ പലതരത്തിൽ വിമർശനം ഉണ്ടാകുന്ന സർക്കാരിന് പലതരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്കാണ് അത് പോകുന്നത് മുൻകാല പ്രാബല്യത്തോടെ വരുന്ന സമയത്ത്. ഈ PSC മെമ്പർമാർ വാസ്തവത്തിൽ നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അതിനൊക്കെ ചില നിയമങ്ങൾ തന്നെ ഉണ്ട്. അല്ലാതെ നമ്മളുണ്ടാക്കുന്ന നിയമം അല്ല, ഈ ക്യാബിനറ്റ് ഉണ്ടാക്കുന്നതല്ല. ഇത് കുറച്ച് മുമ്പേ ഡ്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് നേരത്തെ വരുന്ന, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഫയലുണ്ട്. ധനകാര്യ വകുപ്പിൽ തന്നെ കുറേ കാലമായിട്ട് അത് നോക്കി അങ്ങോട്ട് അയച്ച് പരിശോധിച്ചാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ സാലറിയാണ് ചെയർമാൻ. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി കേരളത്തിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ സാലറി എന്നൊരു സാലറിയാണ്, പാരിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും മുൻകാല പ്രാബല്യമൊന്നും വലിയ തോതിൽ വെച്ചിട്ടില്ല ഈ ഇപ്പോൾ വന്നേക്കുന്നതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി അങ്ങനെ ഒരു പാരിറ്റി വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ ഗവൺമെൻറ് ഇപ്പം കേരളത്തിലെ ഇപ്പം ജുഡീഷ്യറിക്ക് കൊടുക്കുന്ന ശമ്പളം കൂടുതലാണ് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, IAS-കാരും IPS-കാരും IFS-കാരും അവരുടെ ശമ്പള സ്കെയിൽ പലപ്പോഴും DA അവരുടെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സംസ്ഥാന സർക്കാരിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ പറഞ്ഞ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉയർന്ന ഉദ്യോഗങ്ങളിലുള്ളവർക്കൊക്കെ നല്ല ശമ്പളമുള്ളവരുണ്ട്. അപ്പോൾ അതിനെ ഇതുമായി ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയി കൊടുക്കേണ്ടതാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ PSC. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ PSC-കളിൽ നന്നായി പ്രവർത്തിക്കുന്ന PSC-ആണ് നമ്മുടെ, കൂടുതൽ ആളെയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന നമ്മളെന്താണ് വ്യക്തിപരമായൊരു ഔദാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകളാണിത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളാണ്. അല്ല, പ്രതിസന്ധി കാലത്ത് കൊടുക്കാൻ ഇതിപ്പം വാസ്തവത്തിൽ 3-4 വർഷമായിട്ടെങ്കിലും അതിലധികം ഡ്യൂസാണ് കൊടുക്കേണ്ടതാണ് മുമ്പ്. അപ്പോൾ ഇപ്പോൾ തന്നെ വന്നു മറ്റ് സ്റ്റേറ്റുകളിൽ ഇതെല്ലാം വന്നപ്പോൾ ഇതേ കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഒക്കെ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരായതുകൊണ്ട്
ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വന്നിട്ട് ഈ കാര്യമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പരിശോധിച്ച് അതിൻ്റെയും കൂടി റിപ്പോർട്ട് മേടിച്ചിട്ടാണ് ചെയ്തത്, അല്ലാതെ ഒരു സുപ്രഭാതത്തിലല്ല. നമുക്കിപ്പോൾ ഈ സംസ്ഥാനത്ത് ഇതുപോലുള്ള നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പൽ ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ജില്ലയിലെയും ഏറ്റവും സീനിയറായ ജഡ്ജിനാണ് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ തുല്യമായ ഒരു സ്കെയിൽ എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങളുണ്ട്, നമ്മൾ ആ നിയമങ്ങളനുസരിച്ചല്ലാതെ ഒരു ഗവൺമെൻറ്റിന് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതല്ല ശരിയെന്ന് എനിക്ക് തോന്നുന്നു.